ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ലേണേഴ്സ് കോർണർ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 8ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ 2ാമത്തെ യൂണിറ്റിൽ നിന്നുള്ള ദ ലിറ്റിൽ റൗണ്ട് റെഡ് ഹൗസ് എന്ന് പറയുന്ന സ്റ്റോറിയുടെ സെക്കൻഡ് പാർട്ടാണ്. ഈ ഒരു സ്റ്റോറിയുടെ ഫസ്റ്റ് പാർട്ട് വീഡിയോ നമ്മളുടെ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, നിങ്ങൾക്ക് കയറി കാണാവുന്നതാണ്. ഈ ഒരു സ്റ്റോറിയിലെ സെൻട്രൽ ക്യാരക്ടർ എന്ന് പറയുന്നത് ഒരു ബോയ് ആണ്. അവൻ ഒരു ലിറ്റിൽ റൗണ്ട് റെഡ് ഹൗസ് തിരഞ്ഞ് നടക്കുകയാണ്. അതായത് വട്ടത്തിലുള്ള ചെറിയൊരു ചുവന്ന പെയിൻ്റ് അടിച്ച വീട്. ആ വീടിന് ജനലുകളോ വാതിലുകളോ ഇല്ല. അതേപോലെ ഒരു ചിമ്മിനി ഉണ്ട്, പിന്നെ നടുവിലായിട്ട് ഒരു സ്റ്റാറുമുണ്ട് എന്നാണ് അവൻ്റെ അമ്മ അവനോട് പറഞ്ഞിട്ടുള്ളത്. അപ്പം അത്തരത്തിലൊരു വീട് തിരഞ്ഞു നടക്കുന്ന ഒരു ബോയിനെയാണ് നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കുട്ടി നടപ്പാതയിൽ കൺഫ്യൂസ്ഡ് ആയിട്ട് അങ്ങനെ നിൽക്കുകയാണ്. ആ സമയത്ത് ആ വഴി ഒരു മെയിൽ കൊണ്ടുപോകുന്ന കത്ത് കൊണ്ടുപോകുന്ന വണ്ടി പോവുകയാണ്. അപ്പം ആ ഒരു വണ്ടിയുടെ വിൻഡോ ഡോറിലൂടെ പോസ്റ്റ്മാൻ പുറത്തേക്ക് തലയിട്ടിട്ട് ഈ കുട്ടീനോട് ചോദിക്കുകയാണ്, നിനക്ക് വഴി തെറ്റിയോ എന്ന്. അവിടെ വരെയാണ് നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ പറഞ്ഞു വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് കുട്ടിയുടെ മറുപടി തൊട്ട് ബാക്കി നോക്കാം. ഓ നോ, ദ ലിറ്റിൽ ബോയ് റിപ്ലൈഡ്, ഐ ലീവ് അറ്റ് ഐവി റോക്ക് ലെയിൻ, ബ്രിഡ്ജ് വാട്ടർ, ന്യൂ ജേഴ്സി. അപ്പം ഈ ഒരു ആൺകുട്ടി മറുപടി പറയുകയാണ്, ഓ നോ, എനിക്ക് വഴിയൊന്നും തെറ്റിയതല്ല, ഞാനിവിടെ അടുത്ത് തന്നെയാണ് താമസിക്കുന്നത്. എവിടെയാണ്? ഐ ലീവ് അറ്റ് ഐവി റോക്ക് ലെയിൻ. ഐവി റോക്ക് ലൈനിൽ ബ്രിഡ്ജ് വാട്ടറിലെ ന്യൂ ജേഴ്സിയിലാണ് ഞാൻ താമസിക്കുന്നതെന്ന് ആ ഒരു കുട്ടി മറുപടി പറയാണ്. ദാറ്റ് ഈസ് റൈറ്റ് അറൗണ്ട് ദ കോർണർ, ദ മെയിൽ കാരിയർ സെറ്റ്. അപ്പം മെയിൽ കാരിയർ എന്താ പറയുന്നത്? അതിവിടെ അടുത്ത് തന്നെയാണല്ലോ. നോ, യു ആർ നോട്ട് ലോസ്റ്റ്. അപ്പോൾ നിനക്ക് വഴി തെറ്റിയതല്ല എന്ന് അദ്ദേഹം പറയുകയാണ്. ദ ലിറ്റിൽ ബോയ് ആസ്ക്ഡ്, ഡു യു നോ വേർ എവറി വൺ ലിവ്സ് അറൗണ്ട് ഹിയർ? അപ്പോൾ ആ ഒരു ലിറ്റിൽ ബോയ് മെയിലിനോട് ചോദിക്കുകയാണ്, ഇവിടെ താമസിക്കുന്ന എല്ലാവരെയും നിങ്ങൾക്ക് അറിയുമോ എന്നുള്ള കാര്യം. ഐ ആം ലുക്കിംഗ് ഫോർ എ സ്പെഷ്യൽ ഹൗസ്. ഞാനൊരു പ്രത്യേക തരത്തിലുള്ള വീടാണ് തിരഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുകയാണ്. ദ മെയിൽ കാരിയർ സെറ്റ് പ്രൗഡ്ലി, ഓഫ് കോഴ്സ് ഐ ഡു ലിറ്റിൽ ബോയ്. അപ്പം ആ ഒരു മെയിൽ കാരിയർ വളരെ അഭിമാനത്തോടു കൂടി പറയുകയാണ്, എനിക്ക് കഴിയും. നീ ഏത് തരത്തിലുള്ള വീടാണോ നീ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നത് അതെനിക്ക് നിനക്ക് കാണിച്ചു തരാൻ കഴിയും എന്നുള്ള രീതിയിൽ പറയുകയാണ്. കാരണം എന്താണ്, കത്ത് കൊണ്ട് കൊടുക്കുന്ന ആളാണ് അല്ലേ. അപ്പം കറക്റ്റായിട്ട് അഡ്രസ്സ് നോക്കി ഏത് വീട്ടിലേക്കാണോ ആ ഒരു കത്ത് എത്തിക്കേണ്ടത് അത് എത്തിക്കുക എന്നുള്ളതാണ് ഒരു മെയിലിൻ്റെ ജോലി എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ അവിടെയുള്ള ഒരുവിധം വീടുകളെല്ലാം തന്നെ അദ്ദേഹത്തിന് അറിയുമായിരിക്കും. അപ്പം അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം വളരെ അഭിമാനത്തോടു കൂടി എനിക്ക് കണ്ടെത്താൻ കഴിയുമെന്ന് പറയുന്നത്. ദാറ്റ് ഈസ് മൈ ജോബ്, അതാണ് എൻ്റെ ജോലി. വാട്ട് ഹൗസ് ഡു യു വാണ്ട് ടു ഫൈൻഡ്? എത്തരത്തിലുള്ളൊരു വീടാണ് നിനക്ക് കണ്ടെത്തേണ്ടത് എന്ന് അദ്ദേഹം ആ ഒരു കുട്ടിയോട് ചോദിക്കുകയാണ്. The little boy said, my mother sent me to find a little round red house with no windows and no doors, a chimney on top and a star in the middle. അപ്പോൾ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത കാര്യം തന്നെയാണിത്. അപ്പോൾ എന്താ പറയുന്നത്, ആ ഒരു ലിറ്റിൽ ബോയ് മറുപടി പറയാണ്, എൻ്റെ അമ്മ എന്നെ പറഞ്ഞു വിട്ടിരിക്കുന്നത് ഒരു ചെറിയ വൃത്തത്തിലുള്ള ചുവന്ന കളറുള്ള ഒരു വീട് കണ്ടുപിടിക്കാനാണ്. അതുമാത്രമല്ല ആ വീടിന് ജനലുകളോ വാതിലുകളോ ഇല്ല. മുകളിലായിട്ടൊരു ചിമ്മിനി ഉണ്ട്, പിന്നെ എന്താണ് നടുവിലായിട്ട് ഒരു സ്റ്റാറുമുണ്ട്. അത്തരത്തിലൊരു വീട് കണ്ടെത്താനായാണ് എൻ്റെ അമ്മ എന്നെ പറഞ്ഞു വിട്ടിരിക്കുന്നത് എന്ന് ആ ഒരു ലിറ്റിൽ ബോയ് മെയിലിനോട് പറയാണ്. ലിറ്റിൽ ബോയ്, ദ മെയിൽ കാരിയർ സെഡ്, ഐ ഹാവ് ബീൻ ടു എവറി ഹൗസ് ഇൻ ടൗൺ ബട്ട് ഐ ഹാവ് നെവർ സീൻ എ ഹൗസ് ലൈക്ക് ദാറ്റ് ബിഫോർ. അപ്പോൾ ലിറ്റിൽ ബോയിനോട് ആ മെയിൽ കാരിയർ മറുപടി പറയുന്നത് ഇങ്ങനെയാണ്, എനിക്ക് ഈ ഒരു പ്രദേശത്തുള്ള എല്ലാ വീടുകളും അറിയാം, പക്ഷേ നീ പറഞ്ഞ രീതിയിലുള്ള ഒരു വീട് ഞാൻ ഒരിക്കലും എവിടെയും കണ്ടിട്ടില്ല. ആർ യു ഷുവർ യുവർ മദർ ഈസ് ഇൻ പുള്ളിങ് യുവർ ലെഗ്? അപ്പം നിനക്ക് ഉറപ്പാണോ, നിൻ്റെ അമ്മ നിന്നെ കളിയാക്കിയതാണോ എന്ന് ആ ഒരു മെയിൽ കുട്ടിയോട് ചോദിക്കുകയാണ്. പുള്ളിങ് യുവർ ലെഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് കള്ളം പറഞ്ഞ ആളുകളെ കബളിപ്പിക്കുന്നതിനെയാണ് കേട്ടോ. അപ്പോൾ നിൻ്റെ അമ്മ നിന്നെ പറ്റിച്ചതല്ലല്ലോ, നിനക്ക് ഉറപ്പല്ലേ എന്ന് ആ ഒരു മെയിൽ ചോദിക്കുകയാണ്. ഓ നോ, ദ ലിറ്റിൽ ബോയ് ആൻസേർഡ്. അപ്പം ആ ഒരു ലിറ്റിൽ ബോയ് മറുപടി പറയാണ്, ഇല്ല ഒരിക്കലും ഇല്ല, എൻ്റെ അമ്മ എന്നെ പറ്റിക്കില്ല. മൈ മദർ വുഡൻ ടീസ് മീ, ഷീ സെഡ് ഷീ ഫൗണ്ട് ദ സെയിം ഹൗസ് വെൻ ഷീ വാസ് ജസ്റ്റ് മൈ ഏജ്. അപ്പം എന്താ പറയുന്നത്, എൻ്റെ അമ്മ എന്നെ ഒരിക്കലും കളിയാക്കില്ല. അമ്മയ്ക്ക് എൻ്റെ പ്രായമായിരുന്ന സമയത്ത് അമ്മയും ഇത്തരത്തിലുള്ള ഒരു വീട് കണ്ടെത്തിയിട്ടുണ്ട് എന്ന് ആ കുട്ടി പറയുകയാണ്. സോ ഐ നോ ഇറ്റ് ഈസ് റിയൽ. സോ അതുകൊണ്ട് തന്നെ ഇത് സത്യമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയാണ്. ദ മെയിൽ കാരിയർ ഷൂക്ക് ഹിസ് ഹെഡ് സോറോഫുള്ളി ആൻഡ് സെഡ്, സോറി ഐ കാൻറ്റ് ഹെൽപ്പ് യു. അപ്പം ആ ഒരു മെയിൽ കാരിയർ അദ്ദേഹത്തിൻ്റെ തല ഇങ്ങനെ എന്താണ്
ഇളക്കിക്കൊണ്ട് സങ്കടത്തോടു കൂടി പറയാണ്, എനിക്ക് നിന്നെ ഹെൽപ്പ് ചെയ്യാൻ കഴിയില്ല മൈ ഫ്രണ്ട് എന്ന് പറയാണ്. ഐ ഹാവ് ഗോ ടു ബി ഗെറ്റിംഗ് ഓൺ മൈ വേ, ഇറ്റ് ഈസ് ടൈം ടു ഡെലിവർ ദ മെയിൽ. അപ്പം എനിക്ക് സമയമായി പോകാൻ, കാരണം എന്താണ്, മെയിൽ ഡെലിവർ ചെയ്യണം, കത്തെല്ലാം സമയത്തിന് വീടുകളിൽ എത്തിക്കണം അല്ലേ, ഓരോ അഡ്രസ്സ് നോക്കിയിട്ട് എത്തിക്കണം. അപ്പം ഞാൻ അതിനായിട്ട് പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അവിടെ നിന്ന് പോയി. വേവിങ് ഗുഡ് ബൈ ഹി ഡ്രോ ഓഫ് ഡൗൺ ദ റോഡ്സ്. അപ്പം അദ്ദേഹം എന്താണ്, ടാറ്റ പറഞ്ഞ് അവിടെ നിന്ന് പോയി. ദ ലിറ്റിൽ ബോയ് ട്രോപ്ഡ് അറൗണ്ട് ദ നെക്സ്റ്റ് കോർണർ ആൻഡ് ഡൗൺ ദ ബ്ലോക്ക്. എവറി ഹൗസ് ഹാഡ് വിൻഡോസ് ആൻഡ് ഡോർസ്. സം were red, some had chimneys, but not one of them was a little round red house with no windows and no doors, a chimney on top and a star in the middle. അപ്പോൾ ആ ഒരു കുട്ടി അവൻ്റെ തിരച്ചിൽ വീണ്ടും ആരംഭിക്കുകയാണ്, അടുത്ത കോർണറിലേക്ക് പോവുകയാണ്. എവറി ഹൗസ് ഹാഡ് വിൻഡോസ് ആൻഡ് ഡോർസ്. എല്ലാ വീടുകൾക്കും എന്താണ്, ജനലുകളും വാതിലുകളും ഉണ്ട്. സം were red, ചിലത് എന്താണ്, ചുമന്ന കളറുകളിൽ കാണപ്പെടുന്നുണ്ട്. സം ഹാഡ് ചിമ്മിനീസ്, ചിലതിന് എന്താണ്, ചിമ്മിനീസ് ഉണ്ട്. ബട്ട് നോട്ട് വൺ ഓഫ് ദം വാസ് എ ലിറ്റിൽ റൗണ്ട് റെഡ് ഹൗസ് വിത്ത് നോ വിൻഡോസ് ആൻഡ് നോ ഡോർസ്, എ ചിമ്മിനി ഓൺ ടോപ്പ് ആൻഡ് എ സ്റ്റാർ ഇൻ ദ മിഡിൽ. പക്ഷെ എന്താണ്, അമ്മ പറഞ്ഞ പോലെ എന്താണ്, ഒരു വീട്, ചെറിയ വൃത്തത്തിലുള്ള ചുമന്ന കളറിലുള്ള ജനലുകളോ വാതിലുകളോ ഇല്ലാത്ത ഒരു ചിമ്മിനി മുകളിലുള്ള നടുവിലൊരു സ്റ്റാർ ഉള്ള ഒരു വീട് അവന് കണ്ടെത്താനായില്ല. He stopped again to think and looked up to see a police car cruising down the street. It pulled up alongside him and a police officer poked her head out of the window. അപ്പോൾ എന്താ സംഭവിച്ചത്, അവനിങ്ങനെ വീണ്ടും കൺഫ്യൂസ്ഡ് ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്, ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ആ സമയത്ത് എന്താ സംഭവിച്ചത്, ഒരു പോലീസ് വണ്ടി വന്നു. അപ്പോൾ ആ ഒരു പോലീസ് വണ്ടിയിൽ നിന്ന് വിൻഡോയിലൂടെ തല പുറത്തേക്കിട്ട് ഒരു പോലീസ് ഓഫീസർ ഇങ്ങനെ ഇവനെ നോക്കുകയാണ്. എന്നിട്ട് അവനോട് ചോദിക്കുകയാണ്, ലിറ്റിൽ ബോയ് ആർ യു ലോസ്റ്റ്, നിനക്ക് വഴി തെറ്റിയോ എന്ന് ചോദിക്കുന്നു. ഓ നോ, ദ ലിറ്റിൽ ബോയ് റിപ്ലൈഡ്, ഇല്ല എനിക്ക് വഴി തെറ്റിയിട്ടില്ല എന്ന് ആ ഒരു ലിറ്റിൽ ബോയ് മറുപടി പറയുകയാണ്. ഐ ലീവ് അറ്റ് ഐവി റോക്ക് ലെയിൻ, ബ്രിഡ്ജ് വാട്ടർ, ന്യൂ ജേഴ്സി. അപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവൻ എവിടെയാണ് താമസിക്കുന്നത് എന്നുള്ള കാര്യം പറയുകയാണ്. ഐവി റോക്ക് ലൈനിലെ ബ്രിഡ്ജ് വാട്ടറിലെ ന്യൂ ജേഴ്സിയിലാണ് ഞാൻ താമസിക്കുന്നത് എന്ന് പറയുന്നു. ദാറ്റ് ഈസ് റൈറ്റ് അറൗണ്ട് ദ ബ്ലോക്ക്, ദ പോലീസ് ഓഫീസർ സെഡ് നോ യു ആർ നോട്ട് ലോസ്റ്റ്. അപ്പം നേരത്തെ ആ ഒരു മെയിൽ കാരിയർ പറഞ്ഞ പോലെ തന്നെ ഇവിടെ പോലീസ് ഓഫീസർ പറയുകയാണ്, അതിവിടെ അടുത്ത് തന്നെയാണല്ലോ, ഈ ഒരു ബ്ലോക്കിൻ്റെ അടുത്ത് തന്നെയാണല്ലോ, എന്താണ്, അതുകൊണ്ട് നിനക്ക് വഴി തെറ്റിയിട്ടില്ല എന്ന് ആ ഒരു പോലീസ് ഓഫീസറും പറയാണ്. ദ ലിറ്റിൽ ബോയ് ആസ്ഡ് ഡു യു നോ വേർ എവ്രി വൺ ലീവ്സ് അറൗണ്ട് ഹിയർ. അപ്പോൾ ആ ഒരു ലിറ്റിൽ ബോയ് മെയിൽ കാരിയറിനോട് ചോദിച്ച പോലെ തന്നെ ഈ ഒരു പോലീസ് ഓഫീസറിനോട് ചോദിക്കുകയാണ്, എന്താണ് ഇവിടെ താമസിക്കുന്ന എല്ലാവരെയും അതേപോലെ ഇവിടെയുള്ള വീടുകളും ഒക്കെ നിങ്ങൾക്ക് അറിയാമോ എന്നുള്ള കാര്യം. ഐ എം ലുക്കിംഗ് ഫോർ എ സ്പെഷ്യൽ ഹൗസ്, ഞാനൊരു പ്രത്യേക തരത്തിലുള്ള വീടാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഐ ആസ്ഡ് ദ മെയിൽ കാരിയർ ആൻഡ് ഹി ഡിഡ്ന്റ് നോ വേർ ഇറ്റ് വാസ്. അപ്പം ഞാൻ ഒരു മെയിൽ കാരിയറിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ അദ്ദേഹത്തിന് എന്നെ സഹായിക്കാനായില്ല, അദ്ദേഹത്തിന് അറിയില്ല ആ ഒരു വീട് എവിടെയാണ് ഉള്ളത് എന്നുള്ള കാര്യം. ദ ഓഫീസർ സെഡ്, ലിറ്റിൽ ബോയ് ഐ നോ ദിസ് നെയ്ബർഹുഡ് ലൈക്ക് ദ ബാക്ക് ഓഫ് മൈ ഹാൻഡ്. അപ്പോൾ ഓഫീസർ മറുപടി പറയുകയാണ്, ലിറ്റിൽ ബോയ് എനിക്ക് ഇവിടെയുള്ള ഈ പ്രദേശത്തുള്ള എല്ലാ വീടുകളും എനിക്ക് നന്നായി അറിയാമെന്ന് പറയുകയാണ്. ഐ ഡ്രൈവ് അപ്പ് ദി സ്ട്രീറ്റ്സ് ആൻഡ് ഡൗൺ ദി സ്ട്രീറ്റ്സ് എവറി ഡേ. എല്ലാ ദിവസവും ഞാൻ ഈ ഒരു സ്ട്രീറ്റിലൂടെ മുകളിലോട്ടും താഴോട്ടൊക്കെ പോകുന്നതാണ്. മേക്കിംഗ് ഷുവർ തിങ്സ് ആർ സേഫ് അറൗണ്ട് ഹിയർ. ഇവിടെ എന്താണ്, ചുറ്റുപാടുകളും സേഫ് ആണോ എന്ന് നോക്കുന്നതാണല്ലോ എൻ്റെ ജോലി. അപ്പം എന്താണ്, ഇവിടെയൊക്കെ സേഫ് ആണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും ഇതിലൂടെ പോവാറുണ്ടെന്ന് പറയാണ്. വാട്ട് ഹൗസ് ഡു യു വാണ്ട് ടു ഫൈൻഡ്, എന്ത് വീടാണ് അല്ലെങ്കിൽ എത്തരത്തിലുള്ള ഒരു വീടാണ് നിനക്ക് കണ്ടെത്തേണ്ടതെന്ന് ആ ഒരു പോലീസ് ഓഫീസർ ഈ കുട്ടിയോട് ചോദിക്കുകയാണ്. The little boy said, my mother sent me to find a little round red house with no windows and no doors, a chimney on top and a star in the middle. അപ്പോൾ ആ ബോയ് എന്താണ് പറയുന്നത്, എൻ്റെ അമ്മ എന്നെ പറഞ്ഞു വിട്ടിരിക്കുന്നത് ഒരു ചെറിയ വൃത്തത്തിലുള്ള ചുമന്ന വീട് കണ്ടെത്താനായിട്ടാണ്. അതേപോലെ ആ ഒരു വീടിന് ജനലുകളോ വാതിലുകളോ ഇല്ല, അതിന് മുകളിലായിട്ടൊരു ചിമ്മിനി ഉണ്ട്, പിന്നെ നടുവിലായിട്ടൊരു സ്റ്റാറും ഉണ്ട് എന്നാണ് ആ കുട്ടി പറയുന്നത്. Little boy, the officer said, I have been past every house in this town, but I have never seen a house like that before. അപ്പം ആ ഒരു ലിറ്റിൽ ബോയിനോട് ഓഫീസർ പറയുകയാണ്, ഞാൻ എന്താണ് എപ്പോഴും ഇവിടെ സഞ്ചരിക്കുന്ന ഒരാളാണ്, വീടുകളൊക്കെ അറിയാവുന്ന ആളാണ്, പക്ഷേ ഇത്തരത്തിലൊരു വീട് ഞാനിതുവരെ കണ്ടിട്ടില്ല. ആർ യു ഷുവർ ദാറ്റ്സ് വാട്ട് യുവർ മദർ സെഡ്, നിൻ്റെ അമ്മ എന്താണ് പറഞ്ഞതെന്നുള്ള കാര്യത്തിൽ നിനക്ക് ഉറപ്പാണോ, ഇങ്ങനെ തന്നെയാണോ അമ്മ പറഞ്ഞത് എന്ന് ആ കുട്ടിയോട് ആ ഒരു പോലീസ് ഓഫീസർ ചോദിക്കുകയാണ്.
ഓ യെസ് ദ ലിറ്റിൽ ബോയ് ആൻസേർഡ്. അപ്പോൾ ലിറ്റിൽ ബോയ് എന്താണ് മറുപടി പറഞ്ഞത്? അതെ, എൻ്റെ അമ്മ ഇങ്ങനെ തന്നെയാണ് പറഞ്ഞത്. ഷീ സെഡ് ഷീ ഫൗണ്ട് ദ സെയിം ഹൗസ് വെൻ ഷീ വാസ് ജസ്റ്റ് മൈ ഏജ്. അപ്പോൾ അമ്മ പറഞ്ഞിട്ടുണ്ട് അമ്മയ്ക്ക് എൻ്റെ പ്രായമായിരുന്ന സമയത്ത് അമ്മ ഇത്തരത്തിലുള്ള ഒരു വീട് കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം. സോ ഐ നോ ഇറ്റ്സ് റിയൽ. അതുകൊണ്ട് തന്നെ എനിക്കറിയാം ഇത് സത്യമാണ് എന്നുള്ള കാര്യം. ദ പോലീസ് ഓഫീസർ സെഡ് സോറി ഐ കാൺ ഹെൽപ്പ് യു ബഡി. അപ്പോൾ പോലീസ് ഓഫീസർ എന്താ പറയുന്നത്? സോറി, എനിക്ക് നിന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല. ഐ ഹാവ് ഗോട്ട് ടു ബി ഗെറ്റ് ഇൻ ബാക്ക് ടു മൈ സ്ട്രീറ്റ് പെട്രോൾ. അപ്പം എനിക്ക് ഡ്യൂട്ടിയിൽ കയറാൻ സമയമായിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ പോവുകയാണ് എന്ന് പോലീസ് ഓഫീസർ പറയുകയാണ്. എനിക്ക് നിന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല എന്ന്. വേവിങ് ഗുഡ് ബൈ ഷീ ഡ്രോവ് ഓഫ് ഡൗൺ ദ റോഡ്. അപ്പം അവരെന്ത് ചെയ്തു? ഗുഡ് ബൈ പറഞ്ഞിട്ട് അവരും അവിടെ നിന്ന് പോയി. ദ ലിറ്റിൽ ബോയ് വാസ് ഗെറ്റിംഗ് ഡിസ്കറേജ്ഡ്. അപ്പോൾ അവൻ വളരെയധികം സങ്കടത്തോടു കൂടി നിരുത്സാഹപ്പെട്ട് അങ്ങനെ നിൽക്കുകയാണ്. ഹിസ് മദർ സെഡ് ഹി വുഡൻറ്റ് ഈവൻ നീഡ് ടു ക്രോസ് ദ സ്ട്രീറ്റ്. അവൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു സ്ട്രീറ്റ് ക്രോസ് ചെയ്യേണ്ട കാര്യം കൂടെ ഇല്ല, അതിന് മുൻപ് അവൻ വീട് കണ്ടെത്തും എന്നുള്ള കാര്യം. ബട്ട് നോ മാറ്റർ ഹൗ ഹാഡ് ഹി ലുക്ഡ് ഹി കുഡ് നോട്ട് ഫൈൻഡ് ദ ഹൗസ് ഹീ വാസ് ലുക്കിംഗ് ഫോർ. അപ്പം എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും വേണ്ടില്ല, ഒരു വീട് കണ്ടെത്തിയാൽ മതിയായിരുന്നു. പക്ഷെ അവനെന്താണ് അത്തരത്തിലൊരു വീട് കണ്ടെത്താൻ കഴിഞ്ഞില്ല. ദർ വാസ് ജസ്റ്റ് വൺ മോർ ഹൗസ് ടു ചെക്ക്. ഇനി ഒരു വീടും കൂടി നോക്കാനുള്ളൂ. ആൻഡ് ദറ്റ് വാസ് മിസ്റ്റർ ഫെറ്റ്സേഴ്സ് ഹൗസ് അറ്റ് ദ എൻഡ് ഓഫ് ദ ബ്ലോക്ക്. അപ്പം ഇനി ഒരു വീടും കൂടിയാണ് നോക്കാനുള്ളത്. അത് ആരുടെ വീടാണ്? മിസ്റ്റർ ഫെറ്റ്സറിൻ്റെ ഹൗസാണ്, വീടാണ്. അതെവിടെയാണ്? അറ്റ് ദ എൻഡ് ഓഫ് ദ ബ്ലോക്ക്. ഈ ഒരു ബ്ലോക്കിൻ്റെ അറ്റത്താണുള്ളത്. അപ്പോൾ അത് നോക്കാം നമുക്ക്. മിസ്റ്റർ ഫെറ്റ്സർ ഹാഡ് ലീവ്ഡ് ഇൻ ദ നെയ്ബർഹുഡ് ലോങ്ങർ ദാൻ എനി വൺ. ഇപ്പോൾ അവിടെ താമസിക്കുന്ന ആളുകളേക്കാൾ എത്രയോ മുൻപ് അവിടെ താമസം ആരംഭിച്ച ആളാണ് ആര്? മിസ്റ്റർ ഫെറ്റ്സർ എന്ന് പറയുന്നത്. ഇയേഴ്സ് ആൻഡ് ഇയേഴ്സ് അഗോ ദർ വർ മെനി ഫാംസ് ഇൻ ബ്രിഡ്ജ് വാട്ടർ. അപ്പം വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ ഒരുപാട് ഫാംസ് ഉണ്ടായിരുന്നു. എവിടെ? ബ്രിഡ്ജ് വാട്ടറിൽ. ബട്ട് വൺ ബൈ വൺ ദ ലാൻഡ് ഹാഡ് ബീൻ സോൾഡ് ആൻഡ് ഹൗസസ് വർ ബിൽറ്റ് വേർ ദർ ഹാഡ് വൺസ് ബീൻ ഫീൽഡ്സ് ഓഫ് ജേഴ്സി ടൊമാറ്റോസ് ആൻഡ് വൈറ്റ് കോൺസ്. അപ്പം ഈ ഒരു ലാൻഡ്സ് വൺ ബൈ വൺ ആയിട്ട് ഇങ്ങനെ വിറ്റ് പോന്നു. അതുമാത്രമല്ല അവിടെ വീടുകൾ നിർമ്മിക്കുകയും ചെയ്തു. ഒരു കാലത്ത് അവിടെ ജേഴ്സി ടൊമാറ്റോസും അതേപോലെ വൈറ്റ് കോൺസും ഒക്കെ കൃഷി ചെയ്തിരുന്ന സ്ഥലമാണ്. ഇപ്പം അവിടെ വീടുകളൊക്കെ ബിൽഡ് ചെയ്ത് കൊണ്ടുവന്നിരിക്കുകയാണ്. മിസ്റ്റർ ഫെറ്റ്സേഴ്സ് ഫാം വാസ് ദ ലാസ്റ്റ് വൺ ലെഫ്റ്റ് ഇൻ ദ നെയ്ബർഹുഡ്. ആകെ ഇപ്പോൾ അവിടെ മിസ്റ്റർ ഫെറ്റ്സറിൻ്റെ ഒരു ഫാം മാത്രമാണ് അവശേഷിക്കുന്നത്. ഹി റാൻ എ സ്മോൾ ഫാം സ്റ്റാൻഡ് ആൻഡ് സോൾഡ് ദ ഫ്രഷ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഹി ഗ്രൂ ഇൻ ഹിസ് ഗാർഡൻസ് ആൻഡ് ഓർച്ചാർഡ്സ്. അപ്പോൾ നിലവിൽ ഇപ്പോൾ അവിടെ അവശേഷിക്കുന്ന ആകെ ഒരു ഫാം എന്ന് പറയുന്നത് മിസ്റ്റർ ഫെറ്റ്സറിൻ്റെ ആണ്. അദ്ദേഹത്തിൻ്റെ ഗാർഡൻസിലും അതേപോലെ ഓർച്ചാർഡ്സിലും ഒക്കെ ഫ്രഷ് ഫ്രൂട്ട്സും അതേപോലെ വെജിറ്റബിൾസും ഒക്കെ കൃഷി ചെയ്യുകയും വിൽക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇഫ് എനിവൺ നോസ് വേർ ദാറ്റ് ഹൗസസ് ഹി ഷുഡ് ദ ലിറ്റിൽ ബോയ് റീസൺഡ്. അപ്പോൾ ആ ഒരു വീടിനെക്കുറിച്ച് ഇനി ആർക്കെങ്കിലും അറിയാമെങ്കിൽ അത് മിസ്റ്റർ ഫെറ്റ്സറിന് മാത്രമായിരിക്കും എന്നുള്ള കാര്യം നമ്മളുടെ ലിറ്റിൽ ബോയ് ഊഹിക്കുകയാണ്. സോ അപ്പ് ഹി ട്രഡ്ജ്ഡ് ടു മിസ്റ്റർ ഫെറ്റ്സേഴ്സ് ബാൺ ആൻഡ് പിയർഡ് ഇൻസൈഡ്. അപ്പം ഈ ഒരു കുട്ടി ആ ഒരു മിസ്റ്റർ ഫെറ്റ്സറിൻ്റെ ബാണിലേക്ക്, അതായത് ധാന്യപ്പുര പത്തായപ്പുര എന്നൊക്കെ പറയും, അവിടേക്ക് പോയിട്ട് അതിനുള്ളിലേക്ക് ഇങ്ങനെ നോക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ ഒരു പാർട്ടിൽ പറഞ്ഞു വെക്കുന്നത്. നെക്സ്റ്റ് പാർട്ട് പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഇത് ഷെയർ ചെയ്യാനും മറക്കല്ലേ. സീ യു വിത്ത് അനദർ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.